എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 4ാം സെമസ്റ്ററിലെ പേപ്പർ 406 ശാസ്ത്ര വിദ്യാഭ്യാസം പഠനവും ബോധനവും എന്നതിലെ ആദ്യത്തെ ചാപ്റ്ററുമായിട്ടാണ്. ചാപ്റ്ററിന്റെ പേര് ശാസ്ത്ര പാഠപുസ്തക വിശകലനം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു 1ാമത്തെ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. 3ാം സെമസ്റ്ററിലെ പരിസര പഠനം പഠനവും ബോധനവും എന്ന വിഷയത്തിൽ പാഠപുസ്തക വിശകലനം, ക്ലാസ് ആസൂത്രണം, ക്ലാസ് നിർവഹണം, വിലയിരുത്തൽ എന്നീ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 3ാം സെമസ്റ്ററിൽ പരിസര പഠനവും ബോധനവും എന്ന വിഷയത്തിൽ പാഠപുസ്തക വിശകലനവും, ക്ലാസ് ആസൂത്രണം, ക്ലാസ് നിർവഹണം, വിലയിരുത്തൽ എന്നീ പ്രവർത്തനത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. UP ക്ലാസ്സുകളിലെ ശാസ്ത്ര വിഷയത്തിൽ ഇതിന്റെ സ്വാഭാവികമായ വളർച്ചാ ഘട്ടങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. UP ക്ലാസ്സുകളിലെ ശാസ്ത്ര വിഷയത്തിൽ ഇതിന്റെ സ്വാഭാവികമായിട്ടുള്ള വളർച്ചാ ഘട്ടങ്ങൾ നാം മനസ്സിലാക്കണം. 45 ദിവസത്തെ ലോവർ പ്രൈമറി സ്കൂൾ അനുഭവങ്ങൾ ലഭിച്ച നിങ്ങൾക്ക് അപ്പർ പ്രൈമറി തലത്തിലെ പഠനാന്തരീക്ഷം, കുട്ടികളുടെ പ്രകൃതം, പഠന ലക്ഷ്യങ്ങൾ, എല്ലാ പഠന നേട്ടവും എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കുന്ന വിധം ആസൂത്രണം, വിലയിരുത്തൽ എന്നിവയെക്കുറിച്ചെല്ലാം ചിന്തിക്കാൻ കഴിയും. ആ 45 ദിവസത്തെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ ധാരണകൾ ഉറപ്പിച്ച് മികച്ച ശാസ്ത്ര അധ്യാപകരായി മാറാനുള്ള ഉള്ളടക്കമാണ് 4ാം സെമസ്റ്ററിലെ ശാസ്ത്ര വിദ്യാഭ്യാസം പഠനവും ബോധനവും എന്ന പേപ്പറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു ധാരണകൾ ഉറപ്പിച്ചുകൊണ്ട് മികച്ച ശാസ്ത്ര അധ്യാപകരായി മാറാനുള്ള ഉള്ളടക്കമാണ് 4ാം സെമസ്റ്ററിലെ ശാസ്ത്ര വിദ്യാഭ്യാസം പഠനവും ബോധനവും എന്ന പേപ്പറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 5 യൂണിറ്റുകളായിട്ടാണ് ഇവ വിന്യസിച്ചിരിക്കുന്നത്. 1ാമത്തെ യൂണിറ്റിന്റെ പേര് ശാസ്ത്ര പാഠപുസ്തക വിശകലനം എന്നുള്ളതാണ്. 2ാമത്തേത് ശാസ്ത്ര ക്ലാസ് ആസൂത്രണം എന്നുള്ളതാണ്. 3ാമത്തെ ചാപ്റ്റർ വിലയിരുത്തലും മൂല്യനിർണ്ണയവും. 4ാമത്തെ ചാപ്റ്റർ ശാസ്ത്ര ക്ലാസ് നിർവഹണം. 5ാമത്തെ ചാപ്റ്റർ ഇന്റേൺഷിപ്പ് എന്നിങ്ങനെയാണ് ചാപ്റ്ററുകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 1ാമത്തെ ചാപ്റ്റർ ആണ്. 1ാമത്തെ ചാപ്റ്ററിന്റെ പേര് ശാസ്ത്ര പാഠപുസ്തക വിശകലനം എന്നുള്ളതാണ്. ഇതിൽ വരാനുള്ള എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും നമുക്കിന്ന് ഉറപ്പിച്ച് തന്നെ പരീക്ഷയ്ക്ക് ഏറ്റവും ഉപകാരപ്രദമാവുന്ന വിധത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശാസ്ത്ര പഠനത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിൽ ശാസ്ത്ര പാഠപുസ്തകങ്ങൾക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ശാസ്ത്ര പഠനത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിൽ ശാസ്ത്ര പാഠപുസ്തകങ്ങൾക്ക് സുപ്രധാനമായിട്ടുള്ള ഒരു പങ്കുണ്ട്. ശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങൾ സ്വായത്തമാക്കുന്നതിനോടൊപ്പം ശാസ്ത്ര സാക്ഷരതാ വികസനം, ശാസ്ത്രീയ മനോഭാവം വികസിപ്പിക്കുക, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയവയും ഒരു മികച്ച ശാസ്ത്ര പാഠപുസ്തകം ലക്ഷ്യമാക്കുന്നു. അപ്പോൾ ശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങൾ നമ്മൾ സ്വായത്തമാക്കുന്നതിനോടൊപ്പം തന്നെ ശാസ്ത്ര സാക്ഷരതാ വികസനം, അതേപോലെ തന്നെ ശാസ്ത്രീയ മനോഭാവം വികസിപ്പിക്കുക, നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയവയും ഒരു മികച്ച ശാസ്ത്ര പാഠപുസ്തകം എന്ത് ചെയ്യുന്നുണ്ട്, ലക്ഷ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. 1, 3 സെമസ്റ്ററുകളിൽ പരിസര പഠന പാഠപുസ്തകങ്ങളുടെ സവിശേഷതകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. എന്തൊക്കെയായിരിക്കാം മികച്ച ശാസ്ത്ര പാഠപുസ്തകത്തിന്റെ സവിശേഷതകൾ എന്നാണ് അടുത്തതായിട്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നോക്കാം എന്തായിരിക്കണം ഒരു മികച്ച ശാസ്ത്ര പാഠപുസ്തകത്തിന്റെ സവിശേഷത എന്നുള്ളത്. ശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങൾക്ക് അടിസ്ഥാനമായിട്ട് ആശയങ്ങൾ ഉറപ്പാക്കുന്ന തരത്തിലായിരിക്കണം ഈ ഒരു ശാസ്ത്ര പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. ശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങൾ ഉറപ്പാക്കുന്നത് മനഃശാസ്ത്ര തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം പാഠപുസ്തകങ്ങൾ.
മനഃശാസ്ത്ര തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം പാഠപുസ്തകങ്ങൾ. കുട്ടികളുടെ പ്രായത്തിനും താല്പര്യത്തിനും കഴിവുകൾക്കും യോജിച്ചതായിരിക്കണം ഈ ഒരു ശാസ്ത്ര പുസ്തകം. അല്ലാതെ വലിയ തരത്തിലുള്ള കണ്ടന്റുകൾ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ പ്രായത്തിനനുസരിച്ച് ഉള്ളൊരു ഉൾക്കൊള്ളാനുള്ള ശേഷി കുറവായിരിക്കും. കുട്ടികളുടെ പ്രായത്തിനും താല്പര്യത്തിനും കഴിവുകൾക്കും യോജിച്ചത്. ആശയങ്ങൾ വ്യക്തതയോടെയും ചിട്ടയോടെയും അവതരിപ്പിക്കുന്നത്. ശാസ്ത്ര പുസ്തകത്തിൽ അതിന്റെ ആശയങ്ങൾ വ്യക്തതയോടെയും ചിട്ടയോടെയും അവതരിപ്പിച്ചിരിക്കണം. ക്ലാസ് മുറിയിലെ പഠനത്തിനും സ്വയം പഠനത്തിനും സഹായമായതായിരിക്കണം ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്. ക്ലാസ് മുറിയിലെ പഠനത്തിനും സ്വയം പഠനത്തിനും സഹായകമായതായിരിക്കണം ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്. കൃത്യവും പ്രസക്തവുമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ. ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനോടൊപ്പം ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകണം. അപ്പൊ ശാസ്ത്ര പഠന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനോടൊപ്പം തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്ക് കൂടി എന്ത് ചെയ്യണം, പ്രാധാന്യം നൽകുന്നതായിരിക്കണം ഈ ടെക്സ്റ്റ് പുസ്തകങ്ങൾ. കുട്ടികളെ ശാസ്ത്ര പഠനത്തിനായിട്ട് പ്രചോദിപ്പിക്കുന്ന തരത്തിലായിരിക്കണം ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അനുയോജ്യമായ ചിത്രങ്ങൾ, ഗ്രാഫുകൾ, മാപ്പുകൾ, വിശദീകരണങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ അനുയോജ്യമായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടാവണം, ഗ്രാഫുകൾ ഉണ്ടാവണം, മാപ്പുകൾ ഉണ്ടാവണം, വിശദീകരണങ്ങളൊക്കെ ഉണ്ടാവണം. അക്ഷരത്തെറ്റുകൾ, അച്ചടിപ്പിഴവുകൾ എന്നിവ ഇല്ലാത്തത്. കുട്ടികൾ നമുക്ക് തന്നിട്ടുള്ള മെറ്റീരിയൽ അതേപോലെ തന്നെ പഠിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന മെറ്റീരിയലിൽ കുട്ടികൾക്ക് എന്തുണ്ടാവരുത്, ഒരു തരത്തിലുള്ള അക്ഷര തെറ്റുകളും അച്ചടി പിഴവുകളും കാണാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. വ്യക്തവും വൃത്തിയുമുള്ള അച്ചടി, ഭംഗിയുള്ളതും അനുയോജ്യവുമായിട്ടുള്ള കവർ പേജും അതിൽ ഉണ്ടാവണം. വ്യക്തവും വൃത്തിയുമുള്ള അച്ചടിയും ഭംഗിയുള്ളതും അനുയോജ്യവുമായിട്ടുള്ള കവർ പേജുകൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവണം. അവലംബകം, റഫറൻസ് സൂചനകൾ ഉൾക്കൊള്ളിച്ചതായിരിക്കണം ഈ ടെക്സ്റ്റ് പുസ്തകങ്ങൾ. അവലംബകം, റഫറൻസ് സൂചനകൾ ഉൾക്കൊള്ളിച്ചതായിരിക്കണം ഈ ടെക്സ്റ്റ് പുസ്തകങ്ങൾ. സ്വയം പഠനത്തിനും സ്വയം വിലയിരുത്തലിനുമുള്ള സാധ്യതകൾ ഉറപ്പാക്കുന്നതായിരിക്കണം ടെക്സ്റ്റ് ബുക്കുകൾ. സ്വയം പഠനത്തിനും സ്വയം വിലയിരുത്താനുമുള്ള സാധ്യതകൾ കുട്ടികൾക്ക് ഉറപ്പാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ടെക്സ്റ്റ് പുസ്തകങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത്. ICT സാധ്യതകൾ ഉൾച്ചേർന്നതായിരിക്കണം ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകൾ. ICT സാധ്യതകൾ ഉൾച്ചേർന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെയും പരിഗണിക്കുന്നതായിരിക്കണം ടെക്സ്റ്റ് ബുക്കുകൾ. കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൂട്ടിച്ചേർക്കാവുന്നതാണ് ചർച്ചയിലൂടെയൊക്കെ. കൂടുതൽ സൂചകങ്ങൾ കൂട്ടിച്ചേർത്ത് UP ക്ലാസ്സുകളിലെ ശാസ്ത്ര പാഠപുസ്തകങ്ങൾ വിശകലനം ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. തയ്യാറാക്കിയ ഫോർമാറ്റുകൾ ചർച്ച ചെയ്ത് മെച്ചപ്പെടുത്തി ശാസ്ത്ര പാഠപുസ്തകങ്ങൾ വിശകലനം ചെയ്ത് പാഠപുസ്തക വിശകലന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ താഴെ നൽകിയിരിക്കുന്ന ഫോർമാറ്റ് വേണമെങ്കിൽ ഇതിനായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. ശാസ്ത്ര പഠനത്തിന്റെ സവിശേഷതകൾ ആദ്യം രേഖപ്പെടുത്തുക. അങ്ങനെ രേഖപ്പെടുത്തിയതിന് ശേഷം ഓരോ യൂണിറ്റിൽ അതുണ്ടോ, ഓരോ ഏതൊക്കെ യൂണിറ്റുകളിൽ അതൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് പോവാവുന്നതാണ്. പിന്നെ വിമർശനാത്മകമായ വിലയിരുത്തലും കൂടെ നമുക്ക് ഇവിടെ ചേർക്കാവുന്നതാണ് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കണ്ടെത്തലുകൾ നമുക്ക് താഴെ ചേർക്കാവുന്നതുമാണ്. ഇനി UP ശാസ്ത്ര പാഠപുസ്തകങ്ങളിലെ പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. UP ക്ലാസ്സുകളിലെ ശാസ്ത്ര പാഠപുസ്തകത്തിൽ വിശകലനം ചെയ്തപ്പോൾ അവയിൽ ധാരാളം പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു ശാസ്ത്ര പാഠപുസ്തകം പരിശോധിച്ചു കഴിയുമ്പോൾ നമുക്കതിൽ നിരവധിയായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. ശാസ്ത്ര പഠനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം പ്രക്രിയാശേഷികളുടെ വികസനമാണല്ലോ. അപ്പൊ നമ്മുടെ ശാസ്ത്ര പഠനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്നുള്ളത് പ്രക്രിയാശേഷിയുടെ വികസനമാണ്. അറിവ് നിർമ്മിക്കുക, മനോഭാവങ്ങളും മൂല്യങ്ങളും വളർത്തുക, സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, നേടിയ അറിവുകൾ പുതിയ സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുക തുടങ്ങിയവയും ശാസ്ത്ര പഠനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോ അറിവ് നിർമ്മിക്കുക, മനോഭാവങ്ങളും മൂല്യങ്ങളും കുട്ടികളിൽ വളർത്തുക, സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക,
നേടിയ അറിവുകൾ പുതിയ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ശാസ്ത്ര പഠനത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ലക്ഷ്യങ്ങളെല്ലാം തന്നെ നേടാനുള്ള ഫലപ്രദമായ ഒരു പഠന രീതിയാണ് പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ. നമ്മൾ മേലെ സൂചിപ്പിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടാനുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു പഠന രീതിയാണ് പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ശരിയായ നിരീക്ഷണ പാടവം രൂപപ്പെടുത്തുക, ചോദ്യങ്ങൾ ഉന്നയിക്കുക, അളക്കൽ ശേഷി ആർജിക്കുക, പരികൽപ്പനകൾ രൂപീകരിക്കുക, പ്രവചനം നടത്തുക, ആശയവിനിമയ ശേഷി വളർത്തുക, ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുക, ഉപകരണങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക, ഇവയൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ സഹായിക്കുന്നുണ്ട്. ഒന്നുകൂടെ, പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്: ശരിയായ നിരീക്ഷണ പാടവം രൂപപ്പെടുക, ചോദ്യങ്ങൾ ഉന്നയിക്കുക, അളക്കൽ ശേഷി ആർജിക്കുക, പരികൽപ്പനകൾ രൂപീകരിക്കുക, പ്രവചനം നടത്തുക, ആശയവിനിമയ ശേഷി വളർത്തുക, ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുക, ഉപകരണങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. ഇവയൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പരീക്ഷണ നിരീക്ഷണങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇവയ്ക്ക് വേണ്ടി സ്കൂളിനകത്തും പുറത്തും ലാബുകൾ ആവശ്യമായി വരുന്നു. ഇത്തരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കൂളിന്റെ അകത്തും പുറത്തും ലാബുകൾ ആവശ്യമായി വരുന്നുണ്ട്. അകത്തെ ലാബ് നമ്മൾ സാധാരണ പറയുന്ന ശാസ്ത്ര ലാബാണ്. പുറത്തെ ലാബ് നമ്മുടെ വിദ്യാലയത്തിൽ രൂപപ്പെട്ടു വരുന്ന പരിസ്ഥിതി ശാലയായ ജൈവ വൈവിധ്യ ഉദ്യാനം തന്നെയാണ്. അപ്പൊ അകത്തെ ലാബ് എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്ര ലാബും പുറത്തെ ലാബ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ തന്നെ രൂപപ്പെട്ടു വരുന്ന ജൈവ വൈവിധ്യ ഉദ്യാനവും ഒക്കെയാണ്. കൂടാതെ കുട്ടിയുടെ മൊബൈൽ ലാബായ സയൻസ് കിറ്റും ക്ലാസ്സിലെ ശാസ്ത്രമൂലയുമെല്ലാം പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് സഹായകമായി മാറുന്നു എന്നുള്ളതും കൂടെ അവിടെ തിരിച്ചറിയാം. UP ശാസ്ത്ര പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവയിൽ പ്രായോഗിക അനുഭവങ്ങൾ അധ്യാപക വിദ്യാർത്ഥികൾ ആർജിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ UP ശാസ്ത്ര പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയിൽ പ്രായോഗിക അനുഭവങ്ങൾ എന്ത് ചെയ്യണം? അധ്യാപക വിദ്യാർത്ഥികൾ ആർജിക്കണം. പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് താഴെ പറയുന്ന ഒരു ഫോർമാറ്റ് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരീക്ഷണ നിരീക്ഷണത്തിന്റെ പേര്, വിനിമയം ചെയ്യപ്പെടേണ്ട ആശയം, അതിലെ പഠന നേട്ടം, സയൻസ് കിറ്റിൽ ഉണ്ടായിരിക്കേണ്ടവ, ലാബിൽ ഉണ്ടായിരിക്കേണ്ടവ, അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും റീമാർക്കും കൂടെ നമുക്ക് നോക്കാം. 6ാം ക്ലാസ്സിലെ ജീവന്റെ ചെപ്പുകൾ എന്ന യൂണിറ്റിലെ പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് വായിച്ച് നോക്കുക. 5, 6, 7 ക്ലാസ്സുകളിലെ പട്ടികപ്പെടുത്തിയിട്ടുള്ള പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവയുടെ റിപ്പോർട്ട് ശാസ്ത്ര ഡയറിയിൽ ഉൾപ്പെടുത്താൻ കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള തിരിച്ചറിവുകളും അനുഭവങ്ങളും എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കുക. ഇനി ശാസ്ത്ര പാഠപുസ്തകം, അതിലെ അടിസ്ഥാന ആശയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. UP ശാസ്ത്ര പാഠപുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാന ശാസ്ത്ര ആശയങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇവിടെ കുറച്ചെണ്ണം കൊടുത്തിട്ടുണ്ട്. പ്രകാശം, താപം, വൈദ്യുതി, പദാർത്ഥങ്ങൾ, സസ്യലോകം, ജന്തുലോകം, ആവാസ വ്യവസ്ഥ, കൃഷി, ജലം, മനുഷ്യ ശരീരം, ഊർജം, സൗരയുധം. ഇനി കൂടുതലുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കൂട്ടി ചേർക്കാവുന്നതാണ്. 5, 6, 7 ക്ലാസ്സുകളിൽ ഇത്തരം ആശയങ്ങളും ഉപാശയങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തിയിട്ട് ആശയ ചിത്രീകരണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തൽ കൂടി രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 5, 6, 7 ക്ലാസ്സുകളിൽ ഊർജം എന്ന ആശയ ചിത്രീകരണം തയ്യാറാക്കിയിരിക്കുന്നത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വ്യത്യസ്ത ആശയങ്ങൾ ചിത്രീകരണം നടത്തിയപ്പോൾ
നമ്മുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഊർജം, അതിന്റെ ഒരു ആശയ ചിത്രീകരണം 5, 6, 7 ക്ലാസ്സിൽ വെച്ചിട്ടുള്ള ഒരു ആശയ ചിത്രീകരണം നടത്തിയത് നമുക്ക് പരിശോധിക്കാൻ കൂടിയുണ്ട്. അതൊന്ന് നോക്കുക. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഏതൊക്കെയാണ് എന്നും നോക്കാം. ചാക്രികാരോഹണ രീതിയിലുള്ള ഒരു ക്രമീകരണമുണ്ട്. ആശയങ്ങള് പിന്നെയും പിന്നെയും കടന്നു വന്നുകൊണ്ട് കുട്ടിയിൽ ആ ആശയം ഉറപ്പിക്കുന്ന ഒരു ചാക്രികാരോഹണ രീതി ഫോളോ ചെയ്യുന്നുണ്ട്. മൂർത്തമായതും അമൂർത്തമായതുമായിട്ടുള്ള ആശയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂർത്തമായിട്ടുള്ള ആശയങ്ങളുമുണ്ട്, അമൂർത്തമായിട്ടുള്ള ആശയങ്ങളുമുണ്ട്. സങ്കീർണമായിട്ടുള്ള ആശയം, കുറച്ച് വിഷമമായിട്ടുള്ള ആശയവും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിർവിരീകരണം, പ്രകാശ സംശ്ലേഷണം മുതലായവയൊക്കെയാണ് അതിന്റെ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത്. UP ശാസ്ത്ര പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സങ്കീർണമായ മറ്റ് ആശയങ്ങൾ നിങ്ങളോട് കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സങ്കീർണമായ ആശയങ്ങളെ ഫലപ്രദമായി വിനിമയം ചെയ്യാനുള്ള പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ സിമുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമുക്ക് നിർവിരീകരണം 7ാം ക്ലാസ്സിലത്തെ എടുക്കാവുന്നതാണ്. അപ്പോ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. അതിനുപയോഗിക്കുന്ന സാമഗ്രികൾ എന്തൊക്കെയാണ് എന്നുള്ളത് HCl, NaOH ലായനി, ഫിനോഫ്തലിൻ, ബ്യൂററ്റ്, ഡ്രോപ്പർ, ബ്യൂററ്റ് സ്റ്റാൻഡ് തുടങ്ങിയവയ്ക്ക് ഉപയോഗിച്ച് ആ ഒരു പ്രശ്നാവതരണം നടത്തുക. ആ പ്രശ്നാവതരണം നടത്തിയതിന് ശേഷം കുട്ടികൾക്ക് മുന്നിൽ ചർച്ചാ സൂചകങ്ങൾ നിരത്തുക. പിന്നെ ചർച്ചാ സൂചകങ്ങളൊക്കെ നിരത്തി കഴിഞ്ഞ് ആ ചോദ്യങ്ങളിലൂടെ ഒരു ചർച്ച വന്നതിന് ശേഷം നിർവീകരണം അതിൽ നിന്ന് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിപ്പിക്കുന്ന തരത്തിലേക്ക് ആ ഒരു ചർച്ച മാറുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്ന രീതി. അതേപോലെയുള്ള മറ്റു പ്രവർത്തനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിർവിരീകരണം പോലെ സങ്കീർണമായ ആശയങ്ങൾ കുട്ടികൾ രൂപീകരിക്കുന്നതിൽ മേൽപ്പറഞ്ഞ അപഗ്രഥന ചോദ്യങ്ങളുടെ പ്രാധാന്യം ഏത് തരത്തിലാണ് എന്നുള്ളതൊന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ DLEDന്റെ പ്രവർത്തന ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇനി ഈ യൂണിറ്റിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ശാസ്ത്ര പാഠപുസ്തകങ്ങളുടെ സവിശേഷതകൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. UP ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. അടിസ്ഥാന ആശയങ്ങൾ, അത് 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 3 ആശയങ്ങളും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതൊരിക്കലും ഈ ഒരു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. മറിച്ച് 5, 6, 7 ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ നിരന്തരമായിട്ട് വളരെ വൃത്തിയിൽ പഠിച്ച് അതിന്റെ ഒരു ശാസ്ത്ര പുസ്തകങ്ങളുടെ അവലോകനം നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തു പറ്റൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ധാരണ നേടാൻ കഴിയൂ. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക. അതിനനുസരിച്ച് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലാസ് എടുക്കാൻ കൂടുതലായിട്ട് ഉപകരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നതുവരെ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. അടുത്ത വീഡിയോയിൽ നമ്മൾ 2ാമത്തെ ചാപ്റ്റർ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആ ചാപ്റ്റർ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക്